പ്രിയമുള്ളവരെ നമസ്കാരം, അസ്സലാമു അലൈക്കും. ഖത്തറിലെ പ്രവാസി ദമ്പതികളുടെ വെറും 4 മാസം മാത്രം പ്രായമുള്ള മലിക്ക മറിയം എന്ന പിഞ്ചോമന അപൂർവങ്ങളിൽ അപൂർവമായ SMA ടൈപ്പ് 1 രോഗം ബാധിച്ച് ഖത്തറിലെ സിദ്ര ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഏകദേശം 11.5 മില്യൺ ഖത്തറി റിയാൽ ചെലവ് വരുന്ന വളരെ ഭാരിച്ച ഒരു സാമ്പത്തിക ബാധ്യതയാണ് ഈ കുടുംബത്തിന് ഇപ്പോൾ വന്നിട്ടുള്ളത്. സുമനസ്സുകളായ ഖത്തറിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും നാട്ടിലെയും എല്ലാം ആളുകൾ ഇതിലേക്ക് സഹായമാകുന്ന രീതിയിൽ സാമ്പത്തിക സമാഹരണം നടത്താൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഖത്തറിലെ തന്നെ ഏറ്റവും വലിയ ചാരിറ്റബിൾ ഓർഗനൈസേഷനായ അല്ലെങ്കിൽ GCC രാജ്യങ്ങളിൽ ഏറ്റവും അധികം ക്രൗഡ് ഫണ്ടിങ് ഫെസിലിറ്റീസ് ഉള്ള ഖത്തർ ചാരിറ്റി അതിൻ്റെ എല്ലാ ക്രൗഡ് ഫണ്ടിങ് ഫെസിലിറ്റീസും നമുക്ക് മുമ്പിൽ ഇപ്പോൾ തുറന്നു തന്നിരിക്കുകയാണ്. അവരുടെ ഔദ്യോഗികമായ വെബ്സൈറ്റിൽ ഇതൊരു എമർജൻസി കേസായിട്ട് പരിഗണിച്ചുകൊണ്ട് അത് അവർ അഡ്വർടൈസ് ചെയ്യുകയും ക്യാമ്പയിൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും, ചെറുതാകട്ടെ വലുതാകട്ടെ, എല്ലാ അർത്ഥത്തിലുള്ള സഹായങ്ങളും ഇതിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. പലരും സംശയം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ചില സാങ്കേതികമായ പ്രയാസങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ഖത്തർ ചാരിറ്റിയുടെ പ്ലാറ്റ്ഫോമുകളിലൂടെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സഹായം നൽകുക എന്നതിനെക്കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോക്കും അതുപോലെ മറ്റ് ഫ്ലയറുകൾക്കൊന്നിച്ചെല്ലാം ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൽ ഖത്തർ ചാരിറ്റിയുടെ ഒരു റഫറൻസ് നമ്പറുണ്ട്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഖത്തർ ചാരിറ്റിയുടെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പേജിലേക്ക് എത്തുകയും അവിടെ വെച്ച് നമുക്ക് ഡൊണേഷൻ നൽകാൻ സാധിക്കുന്നതുമാണ്. ഇനി ആ ലിങ്കില്ലാത്ത ആളുകൾ സംബന്ധിച്ചിടത്തോളം qcharity.org എന്ന ഖത്തർ ചാരിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി സെർച്ച് ഓപ്ഷനിൽ നേരിട്ട് പോയി ഈ നമ്പർ, റഫറൻസ് നമ്പറായ 206863 എന്നുള്ള നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഈ കേസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വരികയും അതിലൂടെയും നമുക്ക് ഈ പേജ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇത് സ്പെസിഫിക് ആയിട്ട് ഈ പേഷ്യൻ്റ് കേസിലേക്ക്, ഈ മലിക്ക റോഹിയുടെ കേസിലേക്കുള്ള ഡീറ്റെയിൽസ് ആണ്. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ എത്രയാണോ ഡൊണേഷൻ കൊടുക്കാൻ, അത് എത്ര ചെറിയ എമൗണ്ട് ആകട്ടെ എത്ര വലിയ എമൗണ്ട് ആകട്ടെ, അതിൽ കുറച്ച് സെലക്ഷനുള്ള കുറച്ച് എമൗണ്ട് ഉണ്ട്, അതല്ല അതിലധികമായ എമൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ആ എമൗണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം ഡൊണേറ്റ് എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നമ്മളെ പേയ്മെൻറ്റ് ഓപ്ഷനുകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ നമുക്ക് വ്യത്യസ്തങ്ങളായ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. വെബ്സൈറ്റ് വഴി നോക്കുന്ന ആളുകൾക്ക് അവിടെ ഗൂഗിൾ പേ നമ്മുടെ നാട്ടിലുള്ള ഗൂഗിൾ പേ മൊബൈൽ വാലറ്റ് സംവിധാനമല്ല. ഇത് ഡയറക്റ്റ്ലി ബാങ്കുമായി ലിങ്ക് ചെയ്ത കാർഡ് ഉള്ള ആളുകളുടെ ഗൂഗിൾ പേ സംവിധാനമാണ് ഇതിൽ വർക്ക് ചെയ്യുക. ലോകത്തിൻ്റെ എവിടെ വെച്ചും ഈ പേയ്മെൻറ്റ് ഓപ്ഷനുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒന്നുകിൽ ഗൂഗിൾ പേ ഓപ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉള്ള ആളുകൾ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷനിലൂടെയും അവർക്ക് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഇനിയില്ല ഡെബിറ്റ് കാർഡ് ഉള്ള ആളുകൾക്ക് ഡെബിറ്റ് കാർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ, പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ തേർഡ് പാർട്ടി പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോയി അവിടെ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇനി മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഓപ്ഷൻ കൂടി കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഖത്തറിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ഓപ്ഷൻ അവൈലബിൾ ആവുക. അവിടെ ക്യാഷ് ഓർ ചെക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി നമുക്ക് കാണാൻ സാധിക്കും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്ത പേജിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ അഡ്രസ്സും മറ്റു ഡീറ്റെയിൽസുകളും കൊടുക്കുകയാണെങ്കിൽ ഖത്തർ ചാരിറ്റിയുടെ ഔദ്യോഗികമായ ഒരു ഉദ്യോഗസ്ഥൻ നമ്മളെ ബന്ധപ്പെടുകയും നമ്മുടെ പ്രദേശത്ത് വന്ന് നമ്മുടെ അഡ്രസ്സിൽ വന്ന് ആ ക്യാഷോ അല്ലെങ്കിൽ ചെക്കോ അവർ കളക്ട് ചെയ്യുന്നതാണ്. 1000 റിയാലിൽ അധികമുള്ള എമൗണ്ടുകൾക്ക് ആണ് ഈ ഒരു ഓപ്ഷനായിട്ട് ഉള്ളത്. ഖത്തറിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പിംഗ് മാളിലോ അൽമീറ പോലുള്ള ഹൈപ്പർ മാർക്കറ്റുകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ ഷോപ്പിംഗ് സെൻറ്ററുകളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഖത്തർ ചാരിറ്റിയുടെ ലോഗോ പതിച്ച കിയോസ്കുകളിൽ ആളുകൾ ഇരിക്കുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ ചെന്നുകൊണ്ട് നമ്മൾ ഈ ഫ്ലെയർ കാണിച്ചു കൊടുക്കുകയും ഖത്തർ ചാരിറ്റിയുടെ ഈ റഫറൻസ് നമ്പർ, ഈ കേസുമായി ബന്ധപ്പെട്ട റഫറൻസ് നമ്പർ 206863 എന്നുള്ള നമ്പർ കാണിച്ചു
കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട അവരുടെ പോർട്ടലിൽ ഇതുമായി ബന്ധപ്പെട്ട പേജിൽ പോവുകയും എന്നിട്ടത് നമുക്ക് വെരിഫൈ ചെയ്യാനും പറ്റും. ഈ കേസ് ഇന്നതാണ്, ഈ 4 മാസം പ്രായമുള്ള ഈ കുട്ടിയുടെ ഒരു വിഷയമാണെന്നെല്ലാം അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും. അവിടെ ചെന്ന് നമുക്ക് എത്രയാണോ എമൗണ്ട് നമ്മൾ കൊടുക്കുന്നത്, ചെറുതായിട്ട് വലുതാകട്ടെ, എത്രയാണോ എമൗണ്ട് നമ്മൾ കൊടുക്കുന്നത്, നമുക്കവിടെ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് സ്വൈപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അതിലുള്ള ക്യാഷ് കൊടുത്തുകൊണ്ടോ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുകയാണ്. അവർ നമ്മുടെ മൊബൈൽ നമ്പർ മാത്രമാണ് ചോദിക്കുക. ആവശ്യമുണ്ടെങ്കിൽ അതും നമുക്ക് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അത് കൊടുക്കുന്നതോടുകൂടി നമുക്ക് SMS നോട്ടിഫിക്കേഷനും റെസിപ്റ്റും എല്ലാം തരും. അവിടെ നിന്ന് തന്നെ ഒരു റെസിപ്റ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് തരുന്ന ഒരു സംവിധാനമാണ്. ഇത്രക്കും എളുപ്പമുള്ള വളരെ സുസജ്ജമായ ക്രൗഡ് ഫണ്ടിങ് സംവിധാനങ്ങളാണ് നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുന്നത്. നമ്മുടെ സഹായങ്ങൾ നൽകാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്, എളുപ്പവുമാണ്, ആക്സസിബിളുമാണ്. അതുകൊണ്ട് ഈ സംവിധാനമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി സഹകരണങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ഈ കുടുംബത്തിന് വേണ്ടി നമ്മൾ നൽകേണ്ടതുണ്ട്. ആ കുട്ടിയുടെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ദൂരീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും ഇത്തരത്തിലുള്ള മാരകമായ പരീക്ഷണങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നുമെല്ലാം രക്ഷിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.